2021 തിരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ 2026 പോളിംഗ് കണക്കുകളിൽ മണ്ഡലാടിസ്ഥാനത്തിൽ സംഭവിച്ച വ്യത്യാസങ്ങളാണ് ഈ മാപ്പ് വ്യക്തമാക്കുന്നത്. പച്ച നിറത്തിലുള്ള ഷേഡുകൾ പോൾ ചെയ്ത വോട്ടുകളുടെ വർധനയും പിങ്ക് നിറത്തിലുള്ള ഷേഡുകൾ കുറവും സൂചിപ്പിക്കുന്നു. ശതമാനമല്ല, ആകെ പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണത്തിലെ മാറ്റങ്ങളാണ് ഇവിടെ പ്രതിഫലിക്കുന്നത്. അതുകൊണ്ട് സംസ്ഥാനമൊട്ടാകെ വോട്ടർമാരുടെ പങ്കാളിത്തത്തിലുണ്ടായ മാറ്റങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കുവാൻ ഈ മാപ്പ് സഹായകരമാണ്. 2021 തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്ത് 2026 പോളിംഗ് കണക്കുകൾ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത് ഇത് സംസ്ഥാനമൊട്ടാകെ ഒരേ തരത്തിലുള്ള തരംഗമല്ല, മറിച്ച് ചില പ്രദേശങ്ങളിൽ മാത്രം കേന്ദ്രീകൃതമായ സമാഹരണമാണ് എന്നതാണ്. 73 മണ്ഡലങ്ങളിൽ വോട്ടിന്റെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും അതിനോടടുത്ത തോതിൽ 67 മണ്ഡലങ്ങളിൽ വോട്ടിന്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഒരു ഭരണവിരുദ്ധ തരംഗമെന്ന നിലയിൽ വായിക്കുവാൻ കഴിയില്ല. വോട്ടിന്റെ എണ്ണം വർദ്ധിച്ച മണ്ഡലങ്ങളുടെ പട്ടിക പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വർധനവ് രേഖപ്പെടുത്തിയ മണ്ഡലങ്ങൾ മലപ്പുറം ജില്ലയിലും അതിനോടനുബന്ധിച്ച മേഖലകളിലുമാണ് കേന്ദ്രീകൃതമായിരിക്കുന്നത്. ആകെ വർദ്ധിച്ച 7.6 ലക്ഷം വോട്ടുകളിൽ ഏകദേശം 3 ലക്ഷം വോട്ടുകൾ മലപ്പുറം ജില്ലയിൽ മാത്രമാണ്. ഈ വർധനവ് സംസ്ഥാന തലത്തിൽ സമവായമില്ലാത്തതും പ്രത്യേക മേഖലകളിൽ മാത്രം ഒതുങ്ങിയതുമാണെന്ന് വ്യക്തമാക്കുന്നു. ഈ സാഹചര്യത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഘടകം തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ശക്തമായി പ്രചരിപ്പിക്കപ്പെട്ട വോട്ട് ചെയ്തില്ലെങ്കിൽ പൗരത്വം നഷ്ടപ്പെടുമെന്ന തരത്തിലുള്ള ഭീതിജനകമായ പ്രചാരണങ്ങളാണ്. ഇതിന്റെ ഫലമായി എന്തും സഹിച്ച് വോട്ട് ചെയ്യണമെന്ന മനോഭാവം ചില പ്രദേശങ്ങളിൽ ശക്തമായി പ്രകടമായി. അതുകൊണ്ട് ഈ മണ്ഡലങ്ങളിൽ ഉണ്ടായ വോട്ടിന്റെ എണ്ണത്തിലെ വർധനയെ UDFന്റെ കേന്ദ്രീകൃത രാഷ്ട്രീയ മുന്നേറ്റമായി മാത്രം കാണുന്നത് യാഥാർത്ഥ്യത്തിന് നിരക്കുന്നതല്ല, മറിച്ച് ന്യൂനപക്ഷ വോട്ടർമാരുടെ ഉയർന്ന പങ്കാളിത്തമാണ് ഇതിന് പ്രധാന ഘടകം എന്നാണ് വായിക്കേണ്ടത്. അതേസമയം ഈ വർദ്ധിച്ച വോട്ടുകൾ മുഴുവൻ UDFലേക്ക് തന്നെ ഒഴുകിയെന്ന നിഗമനത്തിൽ എത്തുവാനും കഴിയില്ല. വിവിധ സാമൂഹിക രാഷ്ട്രീയ ഘടകങ്ങൾ പ്രവർത്തിക്കുന്ന കേരളത്തിലെ സാഹചര്യത്തിൽ ആ വോട്ടുകൾ വ്യത്യസ്ത രാഷ്ട്രീയ മുന്നണികളിലേക്ക് വിതരണം ചെയ്യപ്പെടുവാനുള്ള സാധ്യതയും പരിഗണിക്കേണ്ടതാണ്. അതിനാൽ വോട്ടിന്റെ എണ്ണത്തിലെ വർധനയെ നേരിട്ട് രാഷ്ട്രീയ പിന്തുണയുടെ ഏകദിശ മാറ്റമായി വായിക്കുന്നത് തെറ്റായ നിഗമനങ്ങളിലേക്ക് നയിക്കും. വോട്ടിന്റെ എണ്ണം കുറഞ്ഞ മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോൾ മധ്യ ദക്ഷിണ കേരളത്തിലെ നിരവധി മണ്ഡലങ്ങളിൽ വോട്ടർമാരുടെ പങ്കാളിത്തം കുറഞ്ഞതായി നമുക്ക് കാണാം. ഇവയിൽ പലതും LDFന്റെ ശക്തമായ സാന്നിധ്യമുള്ളതോ ശക്തമായ മത്സരമുണ്ടായിരുന്ന മണ്ഡലങ്ങളുമാണ്. സാധാരണയായി ശക്തമായ ഭരണവിരുദ്ധ മനോഭാവമുണ്ടെങ്കിൽ ഇത്തരം മണ്ഡലങ്ങളിൽ വോട്ടിന്റെ എണ്ണം വർദ്ധിക്കുമായിരുന്നു. എന്നാൽ ഇവിടെ വെച്ച് കുറവ് സംഭവിച്ചത് ശക്തമായ ഭരണവിരുദ്ധ നിലപാടില്ലാത്തതിനെ സൂചിപ്പിക്കുന്നു. ഈ കണക്കുകൾ കൂട്ടിച്ചേർത്ത് നോക്കുമ്പോൾ UDFന് ചില പ്രദേശങ്ങളിൽ വോട്ടർ പങ്കാളിത്തം വർദ്ധിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അത് സംസ്ഥാനമാകെ വ്യാപിച്ച ഒരു തരംഗമായി മാറിയിട്ടില്ല. LDFന്റെ വോട്ട് ബേസ് കാര്യമായ ചോർച്ച നേരിട്ടിട്ടില്ല എന്നതും ഭരണത്തോടുള്ള അടിസ്ഥാന വിശ്വാസം നിലനിൽക്കുന്നുണ്ട് എന്നതിൻ്റെ സൂചനകളാണ്. NDA വലിയ മുന്നേറ്റം പ്രതീക്ഷിച്ചിരുന്ന സാഹചര്യത്തിലും വോട്ടിന്റെ എണ്ണത്തിലെ വർധനയിലും കുറവിലും അവരുടെ സ്വതന്ത്ര സ്വാധീനം വ്യക്തമായി പ്രകടനമല്ല. തിരഞ്ഞെടുപ്പ് പ്രധാനമായും 2 മുന്നണികൾക്കിടയിലെ മത്സരമായിട്ടാണ് തുടരുന്നത്. മൂന്നാം ശക്തിക്ക് നിർണായക സ്വാധീനം ചെലുത്തുവാൻ കഴിഞ്ഞിട്ടുമുണ്ടാവില്ല. അതുകൊണ്ട് വോട്ടിന്റെ എണ്ണത്തിലെ വർധനയെ അടിസ്ഥാനമാക്കി ഭരണ പരിവർത്തനത്തിന്റെ പ്രവചനം നടത്തുന്നത് യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടുന്ന ഒന്നല്ല. ഈ കണക്കുകൾ സംശയരഹിതമായി അത് വ്യക്തമാക്കുന്നു. സംസ്ഥാനത്താകെ LDFനെതിരെ ഏകീകൃത തരംഗമുണ്ടായിട്ടില്ല എന്നത് തന്നെയാണ് നമുക്കിതിൽ നിന്നും വ്യക്തമാകുന്നത്. മറിച്ച് ചില പ്രദേശങ്ങളിൽ മാത്രം പ്രത്യക്ഷപ്പെട്ട വോട്ടർമാരുടെ അധിക പങ്കാളിത്തം മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. LDFന്റെ സ്ഥിരതയുള്ള പിന്തുണയും വ്യാപകമായ ഭരണവിരുദ്ധ വികാരത്തിന്റെ അഭാവവും തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രധാന സൂചന. മറിച്ചുള്ള പ്രചാരണങ്ങളെയും അമിതമായ ആത്മവിശ്വാസ പ്രകടനവും താൽക്കാലിക പ്രതിഭാസം മാത്രമാണെന്ന് തിരിച്ചറിയുക. അവയ്ക്ക് മെയ് 4 വരെ മാത്രമേ ആയുസുള്ളൂ.